ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ എന്നോട് ഐശ്വര്യ റിക്വസ്റ്റ് ചെയ്തിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എങ്ങനെ കൺസിസ്റ്റൻസി നിലനിർത്താം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇന്ന് ഓട്സ് മീലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണേ. അപ്പോൾ ഞാൻ അങ്ങനെ ഓവർനൈറ്റ് ഓട്സ് അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും കുക്ക്ഡ് ഓട്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ എനിക്കിങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് BP ഒക്കെ ലോ ആവും, ഷുഗർ ലോ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ബോഡി ടൈപ്പ് അനുസരിച്ച് ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ലോസ് ആവും. പിന്നെ അത് മാത്രമല്ല ഓട്സ് എനിക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഓട്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവർനൈറ്റ് സോക്ക്ഡ് ഓട്സ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം കുക്ക് ചെയ്യാത്ത ഓട്സ് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയറിനൊക്കെ ഒരു അസ്വസ്ഥത തോന്നുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും തലേന്ന് തന്നെ രാത്രി ഇതുപോലെ 2 പാത്രങ്ങളിലായിട്ട് കുറച്ച് ചിയാ സീഡും അതുപോലെ തന്നെ ഓട്സും കൂടി എടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്കാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 ബോക്സിലാക്കി വെച്ചേക്കുന്നത് ഒന്ന് എനിക്കും ഒന്ന് ഹസ്ബൻഡിനും വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓട്സ് എടുത്തിട്ടുണ്ട്. റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ഒരു ബ്രാൻഡിന്. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമാണ് ഓട്സ് ഇങ്ങനെ കഞ്ഞിയായിട്ടൊക്കെ കുടിക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ടാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലാണ് വെക്കാനായിട്ട് പോകുന്നത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് വെക്കാം. ഞാനിപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പാലൊഴിച്ച് എനിക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പാല് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് തലേ ദിവസം പാലൊഴിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ കാച്ചിയിട്ട് തണുപ്പിച്ച പാല് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. ഒരുപാട് ഫുൾ ഫാറ്റ് മിൽക്കൊന്നും എടുക്കരുത്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ആയി പോകും. അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് അതിലിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ രാവിലെയാണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, 6 മണിക്ക് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് ആമിക്ക് സ്കൂളുള്ള ദിവസമാണ്. രാവിലെ തന്നെ ലഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്പം നല്ല സമ്മർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരും. ഭയങ്കര വെയിലാണ്. നമുക്ക് പുറത്തൊന്നും നിൽക്കാൻ പറ്റില്ല, അകത്ത് ഒട്ടും നിൽക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ അതേ നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസം സൗമ്യ സിസ്റ്ററാണ് പറഞ്ഞിരുന്നത് എൻ്റെ ബാൽക്കണി ഗാർഡൻ ഒന്ന് കാണിക്കണമെന്ന്. അപ്പം ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിക്കാം കേട്ടോ. ഒരുപാട് ചെടികളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ചെടികളേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടെറസിന്റെ മേലെയുള്ള ചെടികളൊക്കെ എടുത്ത് മാറ്റണം ഇനിയിപ്പോൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ എല്ലാം മാറ്റിയിട്ടുണ്ടെന്ന്. കുറേയൊക്കെ മാറ്റി, കുറേയൊക്കെ മാറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട്. അപ്പോൾ അത് ഇത്രയും ചെടികളാണ് എൻ്റെ ഉള്ളത്. ടേർട്ടിൽ വൈനും പിന്നെ പർപ്പിൾ ഹാർട്ടും ആണ് ഉള്ളത് എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ എൻ്റെ റീസെന്റ് ആയിട്ട് പുതിന ചെടി വെച്ചിരുന്നല്ലോ. അപ്പോൾ അത് ദേ കുറച്ച് തളിരിട്ട് ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ മുന്നേയൊക്കെ, അതായത് ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ടെറസിന്റെ മേലെ തക്കാളിയും ചീരയും ഒക്കെ, മല്ലിയില, ഇതുപോലെ പുതിനയില, ഇതൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നേ. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ബാൽക്കണിയിൽ വീണ്ടും പുതിനച്ചെടി വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഡെയിലി 3 നേരം വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ചെറിയ തളിരിലകൾ വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ്. അതിന്റെ കൂടെ തന്നെ ചീരയും നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് ഇലകളൊക്കെ വരുന്നുണ്ട്. ചുവന്ന ചീരയാണ് അത്. ഞാൻ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് നമുക്ക് ചീര തോരൻ വെക്കുന്നതിനുള്ള തണ്ടുണ്ടല്ലോ, അതൊക്കെ വെറുതെ കുത്തി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വരുന്നുണ്ട് ഇലകൾ. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അതൊക്കെ. അപ്പോൾ അതെ, എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ടെറസിന്റെ മേലെ ചെടികൾ വെക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മുടെ ബാൽക്കണിയിലെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡാണ് വീട്ടിൽ വിളക്കൊക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കാമാക്ഷി വിളക്കും പിന്നെ നെയ് വിളക്കും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് വീട്ടിൽ വിളക്ക് വെച്ചത്. ഇതിനിടയിൽ തന്നെ ആമിയെ ഇനി സ്കൂളിൽ വിടണം. അതിന് മുന്നേ തന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട്, ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വെയിലായ കാരണം കൊണ്ട് രാവിലെ തന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇന്ന് സിമ്പിളായിട്ട് ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും ഒരു മോര് കാച്ചിയതും പിന്നെ അമ്മയ്ക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഒരു ഓംലെറ്റും ആണ് ചെയ്യുന്നത്. അവൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ബ്രെഡ് ആണ് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്, ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബട്ടറിലിട്ടിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അതിനിടയിൽ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കുക. അപ്പോൾ എന്നോട് ഐശ്വര്യ കഴിഞ്ഞ ദിവസം റിക്വസ്റ്റ് ചെയ്തിരുന്നു, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ, എന്ത് കാര്യം ചെയ്യുമ്പോഴും കൺസിസ്റ്റൻസി നിലനിർത്തണം നമ്മൾ പറയും. പക്ഷെ
പക്ഷെ അത് എങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് ആർക്കും പറ്റാത്തൊരു കാര്യമാണല്ലേ. അത് നമ്മൾ വീട്ടമ്മമാർക്കാണ് എസ്പെഷ്യലി. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ അങ്ങ് വിട്ടുപോകും. എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് കൊണ്ടിട്ട് നമ്മളത് പാതിയിൽ വെച്ച് ഉപേക്ഷിക്കുകയാണ് പതിവ്. പ്രത്യേകിച്ച് ഒരു വീട്ടമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നും പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കൺസിസ്റ്റൻസിയെ കുറിച്ച് പറയാം. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിലുണ്ടല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യാന്നുള്ളത്. കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് അല്ലേ. അപ്പൊ നമ്മൾ ജീവിതത്തിൽ നമ്മൾ മനുഷ്യന്മാരെന്താണ് ചെയ്യുന്നത്? രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകും, കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു റൊട്ടീൻ അല്ലെങ്കിൽ ഒരു സ്ഥിരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലേ. അപ്പൊ അത് നമുക്ക് ആരും പഠിപ്പിച്ചു തന്നിട്ടോ പറഞ്ഞു തന്നിട്ടോ ഒന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ജീവിതത്തിലേക്ക് പുതിയൊരു കാര്യം കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നതല്ലേ. അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മനസ്സ് വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് കുറേ അധികം സ്ട്രഗിൾസ് ഇതിൽ അനുഭവിക്കേണ്ടി വരും. കുറേ അധികം നമ്മൾ മൈൽ സ്റ്റോണുകൾ നമ്മൾ താണ്ടി പോകേണ്ടി വരും. അപ്പൊ അതിനൊക്കെ ഏറ്റവും അധികം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാവരും കുറേ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, കുറേ ഡ്രീംസ് എഴുതി വെച്ചിട്ടുള്ളവരായിരിക്കാം. എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെ ജേർണലൊക്കെ നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ന്യൂ ഇയറിന്റെ ആ ഒരു സമയത്ത് തുടങ്ങും. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം വിട്ടുപോകും അല്ലെ. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് അതിനൊക്കെ ഓരോ എക്സ്ക്യൂസുകളും ഉണ്ടല്ലേ. നമ്മൾ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പകുതി വഴിയിൽ അത് ഉപേക്ഷിച്ചിട്ട് പറയും, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല, എനിക്ക് വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിന് വിലയില്ലാത്തതുകൊണ്ടാണ് അല്ലേ. അപ്പൊ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വീട്ടമ്മയാണെന്ന് കരുതിയിട്ട് വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടരുത്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊന്നും നമ്മൾ ഉപേക്ഷിക്കരുത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്ന് പറയുന്നത് നമുക്ക് വലുതായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അത് അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ എല്ലാവരും എന്താണ് ചെയ്യുന്നത്? പകുതി ദൂരം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അങ്ങ് മറക്കും അല്ലേ. മറക്കുന്നത് മാത്രമല്ല, നമ്മൾ എന്നിട്ട് എന്താണ് ഓരോ എക്സ്ക്യൂസുകളും പറയും. എന്നെ കൊണ്ട് അതിന് പറ്റില്ല, അല്ലെങ്കിൽ അവരെ പോലെ എനിക്ക് ആവാൻ പറ്റില്ല. അനാവശ്യമായ കമ്പാരിസണും അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്ങും ഇതൊക്കെ കാരണമായിരിക്കുള്ളൂ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ലൈഫിലെ ഒരു പാർട്ടാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെന്റൽ സ്റ്റെബിലിറ്റിയാണ് ഏറ്റവും അത്യാവശ്യം. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുത്തില്ലെങ്കിൽ അതിന്റെ നഷ്ടം നമുക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അല്ലാതെ ഈ ലോകത്തെ വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഒക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ വന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആരും വരത്തില്ല. നമ്മൾ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സ്വയം മോട്ടിവേറ്റർ ആവുകയാണ് വേണ്ടത്. അപ്പോൾ 1-2 വീഡിയോ ഞാൻ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ നിങ്ങൾ കണ്ടത് കൊണ്ടോ കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് ഉണ്ടാവണം. നമുക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണല്ലേ, നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം ചെയ്തിട്ട് നമ്മൾ ഉടനെ റിസൾട്ടിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, ഒരിക്കലും അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്, അതായത് അവസാനത്തെ ഉത്തരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കരുത് എന്നുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുത്തതും ഇതേ കാര്യമാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കടമയും കർത്തവ്യവും കൃത്യമായിട്ട് ചെയ്യുക, ഫലം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നുള്ളത്. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കൃത്യസമയത്ത് തരേണ്ടതിന്റെ ഉത്തരവാദിത്തം ഭഗവാനാണെന്ന് ഭഗവാൻ തന്നെ നമുക്ക് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിന്റെ കാര്യം തന്നെ എത്രയോ നാളായിട്ട് ഞാനിപ്പോ 2 വർഷത്തോളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ചാനൽ ഇന്നും ഇങ്ങനെ പോകുന്നതിന്റെ കാരണം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ടാണ്. ഇതിനിടയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വന്നിട്ടുണ്ട്, പല ഇഷ്യൂസ് വന്നിട്ടുണ്ട്. മോൾക്ക് വയ്യാതായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ, ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോഴൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ ഉപേക്ഷിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അപ്പോൾ ഇത് ഞാൻ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ചാനൽ പല ആളുകളിലേക്ക് എത്തത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നൊരു കാര്യമാണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചേ മതിയാകുമെന്ന് എനിക്കറിയാം. അവിടെ ഞാൻ വ്യൂസ് നോക്കില്ല, സബ്സ്ക്രൈബേഴ്സ് നോക്കില്ല, അല്ലെങ്കിൽ റീച്ച് കിട്ടുന്നുണ്ടോയെന്നും നോക്കില്ല. എൻ്റെ സമാധാനം, എൻ്റെ സന്തോഷം, എൻ്റെ കടമ, എൻ്റെ കർത്തവ്യമാണ് ഞാൻ ചെയ്യുന്നത്.
ചെയ്യുന്നത്. ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ കാരണം ഒരുപാട് വീട്ടമ്മമാരിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമായിരിക്കുള്ളൂ ഉള്ളത്. പക്ഷെ നിങ്ങളത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പ്രയത്നിക്കുക. പലപ്പോഴും പലരും എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കും അല്ലേ, പകുതിയിൽ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യും. അതിനുള്ള മെയിൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയാണ്. ശരിക്കും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഒന്നും വിചാരിക്കില്ല. ഇനി അഥവാ വിചാരിച്ചാൽ തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ലക്ഷ്യം നമുക്ക് പ്രധാനമാണല്ലേ. അപ്പൊ നമുക്ക് ലക്ഷ്യത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരതയാണ്. നമ്മൾ എത്രത്തോളം കൃത്യമായി വർക്ക് ചെയ്യുന്നുവോ അതിന്റെ റിസൾട്ട് നമ്മൾക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നമ്മൾ ബോധിപ്പിക്കേണ്ട, മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഒരിക്കലും മറ്റുള്ളവർ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്തിയിട്ട് ജീവിക്കാമെന്നോ ഒന്നും ആരും കരുതണ്ട. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയായിരിക്കും ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതിനെക്കുറിച്ച് എൻ്റെ ഹസ്ബൻഡിനെ കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും പറയും. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ട് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും ഒക്കെ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹായ് എല്ലാവർക്കും നമസ്കാരം, വണക്കം. ഞാൻ ആതിരൻ്റെ ഹസ്ബൻഡാണ്. കുറേ നാളായാലേ ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിച്ചത്. സോ ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഫേവറബിൾ ആയ ഒരു ടോപ്പിക്കാണ് കൺസിസ്റ്റൻസിൻ്റെ അതർ ടേംസ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി. മീനിങ് നമ്മൾ കണ്ടിന്യൂസ് ഒരു കാര്യം ചെയ്തിട്ടേ ഇരിക്കുന്നത് വിത്തൗട്ട് എനി ഡിലേ ഓർ ബ്രേക്കേജ്. ഇത് ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ കൺവേ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി മൂല്യமாக ഞാൻ പറയാം. 3 ഫ്രോഗിൻ്റെ കഥ. 3 ഫ്രോഗും മലേൻ്റെ താഴെ നിന്ന് മേലെ അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ ഒരു ഹോപ്പ് ഇല്ലാതെ പോലെ അവർ തന്നെ ഗ്രൂപ്പായി ഡിസ്കസ് ചെയ്യണം. എന്തിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് പോയ വഴിയിൽ വല്ല പാമ്പോ തേലോ നമ്മൾ അറ്റാക്ക് ചെയ്യോ, എന്ത് നടക്കും അവർ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്നു. ഈ 3 തവലയും അവർക്ക് ഹോപ്പ് ഇല്ലാതെ പോലെ അവർക്ക് കൂടെ തന്നെ സംസാരിക്കാണ്. അങ്ങനെ ഒരു തവല വന്ന് മേലെ ഒരു 100 അടിക്ക് പോയപ്പം പെട്ടെന്ന് താഴെ വീഴുന്നു. സോ അടുത്ത രണ്ടാമത് തവല ഇതുപോലെ 300 അടി വരയ്ക്കും പോയിട്ട് വീണ്ടും തറയിൽ വീഴുന്നു. പക്ഷെ 3ാമത്തെ തവല എല്ലാം ഫ്ലാസും ബ്രേക്ക് ചെയ്ത് അതിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത്. അപ്പോൾ താഴത്തെ 2 തവലയും കേട്ടതുപോലെ നീ മട്ടും എങ്ങനെ മേലെ പോയി അച്ചീവ് ചെയ്ത്, മൗണ്ടന്റെ ക്ലൈംബ് എങ്ങനെ നീ അറ്റൈൻ ചെയ്തതെന്ന്. അപ്പോൾ ആ തവള പറയാണ്, നിങ്ങൾ പറയുന്നത് ഏത് ഞാൻ കേട്ടില്ല, എൻ്റെ ലക്ഷ്യം നോക്കി ഞാൻ ട്രാവൽ ചെയ്തത്. ഇപ്പോൾ ഇവിടെ എന്ത് പഠിക്കാന്ന് വെച്ചാൽ ഈ ഫ്രോഗുകൾ, ഒരു തവള ഫ്രോഗ് അതിൻ്റെ ഹോപ്പിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രാവൽ ചെയ്ത് ഡെസ്റ്റിനേഷന് വേണ്ടി. അപ്പോൾ അവിടെ കൺസിസ്റ്റൻസി ഉണ്ട്. ഏത് കാര്യവും ഒരു ഹോപ്പ് വേണം. ഹോപ്പ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല. ഹോപ്പാണ് അതിൻ്റെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഹോപ്പ് വെച്ചാലേ നമുക്ക് അടുത്ത നാളെ ഇതിന് നമുക്ക് സക്സീഡ് ആവും, നമുക്ക് ഇതിൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് നമുക്കത് അറിയാം. അപ്പോൾ അവിടെ ഹോപ്പ് വെക്കണം. സോ ഇത് ഒരു കഥ. ഇന്ന് എനിക്ക് ഒരു ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ദിവസമാണ് സെയിം കൺസിസ്റ്റൻസി. എന്തെന്ന് വെച്ചാൽ 2-3 ഡേയ്സ്, ഒരു മാക്സിമം ഒരു 2-3 വീക്ക്, എക്സാക്ട്ലി 2-3 വീക്സ് എനിക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി. എല്ലാം ദൈവത്തിൻ്റെ. ആൾവേസ് ഐ ബിലീവ് ഇൻ ഗോഡ്. സോ വാട്ട് എവർ യു ഡു യു വിൽ get the return the most with beautiful things in your life. In a good way. പെയിൻറ്റർ അങ്കിൾ എനിക്ക് ആക്ച്വലി നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി. ചെന്നൈയിൽ വന്നിട്ട് കുറേ നാൾ, കാരണം ഞാൻ മോസ്റ്റ്ലി ഐ എം എ ഇൻട്രോവേർട്ട്, ബട്ട് ഐ എം നോട്ട് എ ഇൻട്രോവേർട്ട്, ബട്ട് ഐ യൂസ് ടു talk, but anyway I have very mood swings, but most of the time I will be silent and always looking up into the universe. Okay, ഇത് നിങ്ങൾ ബോറടിക്കുന്നില്ല. ഓക്കെ, ആ കാര്യത്തിന് വരാം. സോ ഈ അങ്കിളിൻ്റെ സംസാരിച്ചിരുന്നപ്പം ഇന്ന് ജോലി ചെയ്തിട്ടായിരുന്നു. കുറേ ജോലി ചെയ്യുന്നപ്പം അവരുടെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ ജോലി ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് കഴിയാൻ നേരത്ത് ഞാൻ ഇതുപോലെ സംസാരിച്ചിരുന്നപ്പോൾ ഇതുപോലെ അങ്കിളിന് ഒരു മോനും മോളും ഉണ്ട്. വന്ന് കൊച്ചു വയസ്സിലെ പഠിപ്പ് സ്റ്റോപ്പ് ചെയ്ത് ഈ പെയിൻറ്റിങ് വേല അവർക്ക് കൂലി വേലയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേട്ടതുപോലെ അങ്കിൾ മോൻ ഇന്ന് ജോലിക്ക് പോയി. അങ്ങനെ കേട്ടപ്പോൾ പോയി. ഓക്കെ, ഞാൻ കേട്ട് സെയിം പെയിൻറ്റിങ് ജോലിയാണോ എന്ന് കേട്ടപ്പം ഇല്ല, പെയിൻറ്റിങ് ജോലിയല്ല. പുള്ളിക്കാരനക്ക് ഒരു ആട്ടോ ഉണ്ടായിരുന്നു. ആ ആട്ടോ തന്നെ ഇപ്പോൾ മോൻ എടുത്ത് ജോലി ചെയ്യണം. സോ ഇതിൽ നിന്ന് ആ പഠിക്കുന്നത്. അപ്പോൾ ആ അങ്കിൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മോൻ ഒരു കാര്യത്തിനും ഒരു ദിവസം കൂടെ വീട്ടിൽ ചുമ്മാ ഇരിക്കില്ല, ഏതാவது ഒന്ന് ചെയ്തിട്ടേ ഇരിക്കും. സോ പ്രോഗ്രസ് ഇൻ ലൈഫ്, whether you don't want to hesitate, like I will do, some guys will say like I will do this kind of job to my profession, I have a dignity, or like അങ്ങനെ ഒന്നുമില്ല. പക്ഷേ
നമ്മൾ പഠിക്കുകയെന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഏത് ജോലി നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആണോ, നമ്മൾ ചെയ്യാൻ ആരും നോക്കി നമുക്ക് ജീവിക്കേണ്ട, നമ്മൾ നോക്കി നമ്മൾ തന്നെ നമ്മളുടെ മിററാണ് നമ്മളുടെ ഫ്യൂച്ചർ. നമ്മൾ ആ മിറർ നോക്കി നമ്മൾ സംസാരിച്ചാൽ നമ്മൾ എന്തൊരു ഇൻപുട്ട് കൊടുത്തോ ഔട്ട്പുട്ട് അങ്ങനെ റിട്ടേൺ വരും. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അങ്കിൾ യു ഷുഡ് ബി വെരി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ദാറ്റ് യു ഹാവ് എ വെരി ഗുഡ് സൺ. ഞാൻ അങ്ങനെ പറഞ്ഞ വേറെ കാര്യം ജോലി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്കിളിനെ നോക്കിയപ്പോൾ അങ്കിളിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. അത് എനിക്കും ഭയങ്കര ഇതായി. കാരണം നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരാളിനെ മുഖ്യமாக ഒരു ഫാദറിന് വന്ന് അവരുടെ മക്കളിനെ നല്ല പേരെടുത്താൽ தான் ആ ലൈഫ് അറ്റൈൻ ചെയ്യാൻ പറ്റും. സോ അത് കേട്ടപ്പോൾ ആ അങ്കിള് ഭയങ്കര എമോഷനായി. ഞാനും അത് കേട്ട് എനിക്കും ഭയങ്കര എമോഷനായി. സോ ഞാൻ ഇതിൽ എന്തിൽ പറയുന്നത് വെച്ചാൽ, നമ്മൾ ചില പേര് വന്ന് ഒരു ബിസിനസ് മാൻ എടുത്തോളൂ. ഇപ്പോൾ ദിടീർന്ന് പ്രോഫിറ്റും ലോസും ഇസ് എ പാർട്ട് ഓഫ് ബിസിനസ്. പെട്ടെന്ന് ഡൗൺ ആയി പോയി ബിസിനസ് പോയാൽ ചില പേര് വന്ന് വെളി വരില്ല അതിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്യാൻ, ഒരു കൺസിസ്റ്റൻസി പോയി എന്ന് അവർ വിചാരിക്കും. പക്ഷേ വീണ്ടും അതിൽ ഓടണവർ വീണ്ടും ആ പന്തയത്തിൽ വീണ്ടും അവർ ഓടണോ, അതാണ് അത് കൺസിസ്റ്റൻസി. വീണ്ടും അവർക്ക് ഹോപ്പ്, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും അവർ ആ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണം. സോ the moral of the story is the life where you end, the beginning will start. Such a beautiful life. താങ്ക് യു ഗൈസ്. സോ എനിക്ക് ഹാപ്പിയാണ്. കാരണം ഈ കണ്ടന്റ് കൊടുത്ത് പത്മ ആസ്റ്റേക്ക് ഐ റിയലി ഹാപ്പി. താങ്ക് യു. അപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞു. ആമിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം നടക്കാനായിട്ട് പോയിട്ടുണ്ട് പാർക്കിൽ. പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം. ഇനിയിപ്പോൾ അതിന് മുന്നേ തന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടണമായിരുന്നു. അതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം വന്നതിന് ശേഷമാണ് ഞാൻ ഓട്സ് ഒക്കെ കഴിച്ചതായിട്ട്. കുറച്ച് പാലും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വയറിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയായിരുന്നു. അപ്പോൾ എനിക്കത് സെറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ കഴിക്കില്ല, വേവിച്ചിട്ടുള്ള ഓട്സ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ്, അതായത് സാറ്റർഡേ ആണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ സാറ്റർഡേ ഞങ്ങൾ ഒന്ന് പുറത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫീനിക്സ് മാളിലാണ് പോവേണ്ടത്. ഫീനിക്സ് മാൾ ഇവിടെ നിന്ന് നല്ല ദൂരമാണ്. നമുക്ക് ഇവിടെ അണ്ണാനഗറിൽ നിന്ന് പോകുമ്പോൾ വേലാച്ചേരി ആ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ. നല്ല ദൂരമാണ്. നമ്മുടെ സ്കൂട്ടറിലാണ് പോയത്. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പം നല്ല ലോങ് ഡ്രൈവ് ആണ്. അപ്പം നമ്മുടെ ഈ പുതിയ വണ്ടിയിൽ ലോങ് ഡ്രൈവ് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്ന് പോകാമെന്ന് കരുതി. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം സ്പാറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടോപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഏതാണ് ഞാൻ എടുത്തതെന്ന് ഗസ് ചെയ്യാമെന്ന്. അപ്പോൾ ഒരുപാട് പേര് ഈ വൈറ്റ് ഡ്രസ്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ആ ജീൻസിന്റെ പാൻറ്റും ഈ ടോപ്പുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതേ ഇന്ന് എന്തായാലും ഈ ഫീനിക്സ് മാളിൽ പോകുമ്പോൾ ഇതിട്ടുകൊണ്ട് പോകാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നേ. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഈ പ്ലീറ്റ്സ് വരുന്ന മോഡലുള്ള ടോപ്പ് ആകുമ്പോൾ നമുക്ക് വയറൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ല. പിന്നെ ജീൻസിന്റെ കൂടെ ഇടാനും കുറച്ച് കംഫർട്ടാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നല്ല കട്ടി കുറവാണ്. അപ്പോൾ അടിയിൽ ഇന്നർ ഇട്ടിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഞാനല്ലെങ്കിലും ഇന്നേഴ്സ് ഇട്ടിട്ട് മാത്രമേ ഏത് ഡ്രസ്സ് ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഫീനിക്സ് മാളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫീനിക്സ് മാളിൽ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള ട്രിവാൻഡ്രത്തിലുള്ള ലുലു മാളിൽ പോകുന്ന അതേ ഫീലാണ് കേട്ടോ. സെയിം അതുപോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ചുമ്മാതൊന്ന് വന്നതാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാനായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ വന്നതാണ് കേട്ടോ. ഒരു ലോങ് ഡ്രൈവ് പോകണമെന്ന് തോന്നുമ്പോൾ ഒന്നെങ്കിലും മറീന ബീച്ചിൽ പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മാളിലാണ് വരുന്നത്. അപ്പോൾ അതേ ആമിക്കാണെങ്കിൽ ഇവിടെ വന്ന ഉടനെ തന്നെ ഇവിടുത്തെ ആ ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ കയറ്റി. ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ കയറ്റി. പിന്നെ എനിക്ക് ഈ പോർഷനൊക്കെ കാണുമ്പോൾ നമ്മുടെ ലുലു മാള് തന്നെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ ചെന്നൈയിലെ ഏറ്റവും വലിയ മാളാണ് കേട്ടോ ഇത്. അപ്പോൾ ലുലു മാളിന്റെ അത്രയൊന്നും വലുതല്ല, പക്ഷെ എന്നാലും ചെന്നൈയിലെ മറ്റു മാളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മാളാണിത്. കാണാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഫോട്ടോ എടുക്കാനാണ്. ഞങ്ങളൊരു 3 വർഷം മുന്നേ ഇവിടെ വന്നിട്ട്, ആമി ചെറുതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ എൽ കെ ജി പഠിച്ചിരുന്ന സമയത്താണ് ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഫോട്ടോയും ഈ ഫോട്ടോയും കൂടെ, അതായത് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഗെറ്റപ്പും അന്നത്തെ ഗെറ്റപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊളാജ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ വന്ന കാര്യം നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഹസ്ബൻഡിന് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അന്ന് ആമി എത്ര ചെറുതാണെന്ന് നോക്കിയേ. 2023 ഫോട്ടോ ആണ് കേട്ടോ. അന്ന് കൊറോണയൊക്കെ വന്ന ആ ഒരു ടൈമിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ അതിൻ്റെ പിക്ചറൊക്കെ കൊടുത്തേക്കുന്നത്.
പിന്നെ അതേ 3 വർഷം കഴിഞ്ഞിട്ട് 2026 ഞങ്ങൾ എടുത്തേക്കുന്ന ഇപ്പോഴത്തെ ഫോട്ടോയാണ്. അപ്പൊ 3 വർഷത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞങ്ങളുടെയൊക്കെ ഫേസിൽ വന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. ആമി വലുതായി, അപ്പൊ എന്റെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എന്റെ ലുക്ക് തന്നെ മാറി. ഹസ്ബൻഡ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ പഴയ ഫോട്ടോയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പോഴത്തത് ഇഷ്ടമാണ്, എന്നാലും പഴയ എൻ്റെ മുഖവും എൻ്റെ ഫേസും എല്ലാ കാര്യങ്ങളും ഒക്കെ മിസ് ചെയ്യുന്നത് പോലെ തോന്നി. അപ്പോൾ അതും കൂടി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട്. അന്ന് എനിക്ക് ചാനലില്ല, എൻ്റെ 2 ചാനലും ഞാൻ ഡിലീറ്റ് ചെയ്ത് ആകെ ശോകം അടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ മാളിൽ അന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് ഈ മാളിൽ വരുമ്പോഴത്തേക്കും എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷം വീണ്ടും വന്നിട്ട് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പതിവില്ലാതെ നമ്മളിങ്ങനെ KFC ഒക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇതേ നമ്മൾ ഇവിടെ ക്രോസ് വേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട് ഇവിടെ നമ്മുടെ ഫീനിക്സ് മാളിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ വരുന്നവരാണെങ്കിൽ ഇവിടോട്ട് കയറിയാൽ മലയാളം ബുക്സ് കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് 2-3 ബുക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളം ബുക്സ് ഇവിടെ ഉണ്ടോയെന്ന് ഇവരോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നേ പറയുള്ളൂ. റാം കെയർ ഓഫ് ആനന്ദി ബുക്ക് ഉണ്ട്, അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. പക്ഷെ അവരവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പോയി തപ്പിപ്പിടിച്ചെടുത്താൽ കിട്ടും. അപ്പം എൻ്റെ കണ്ണിൽ ഇതൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഞാൻ പോയി ഓടിപ്പോയിട്ട് 2 ബുക്ക് എടുത്തിട്ടുണ്ട്. ഏത് ബുക്കാണ് എടുത്തതെന്ന് വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാമേ. പിന്നെ വൈകുന്നേരം ഒരു 5:30-6 മണിയോടുകൂടി ഞങ്ങൾ ഇറങ്ങുവാണ്. ഇവിടുന്ന് നമ്മൾ KFC കഴിച്ച് അത്യാവശ്യം വയറ് ഫുള്ളായിട്ട് തന്നെയാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് തിരിച്ചത് കേട്ടോ. നല്ല വെയിലാണ് ഈ സമയത്ത്. ഇപ്പോൾ പുറത്തിറങ്ങാനേ പറ്റില്ല, എന്നാലും നമ്മൾ പുറത്ത് പോകാതിരിക്കില്ല. നമുക്ക് ആകെക്കൂടി കിട്ടുന്നത് വീക്കെൻഡിലുള്ള പുറത്ത് പോക്കാണ്. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ മിസ് ചെയ്യത്തില്ല. കാരണം ഹസ്ബൻഡിന് ഓഫീസ് ലീവായിരിക്കും. സാറ്റർഡേ അമ്മയ്ക്ക് സ്കൂളുണ്ട്, എന്നാലും ഹാഫ് ഡേ ഒക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരും. അങ്ങനെ തിരികെ വരുന്ന വഴിക്ക് ഇത് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. സൺസെറ്റിന്റെ സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വന്ന് ഇവിടെ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് കത്തിപ്പാറ ബ്രിഡ്ജ് കാണാൻ പറ്റും. കത്തിപ്പാറ ബ്രിഡ്ജ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, ചെന്നൈയിൽ വരാത്തവർക്കും. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗിണ്ടി എന്ന് പറയുന്ന സ്ഥലവും കത്തിപ്പാറ ബ്രിഡ്ജും ഒക്കെ വളരെ ഫേമസ് ആണ്. ആ ബുക്ക് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കേട്ടാ. അപ്പൊ അതിനകത്ത് ഈ കത്തിപ്പാറ ബ്രിഡ്ജിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സ്ഥലമാണ്. അപ്പൊ എന്നോട് ഹസ്ബൻഡാണ് പറഞ്ഞത് ഇതേ ഇവിടെ വീഡിയോ എടുത്തോളാനായിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഞങ്ങൾ ഒരിക്കൽ വന്നിട്ട് ഇവിടുത്തെ ഈ ഫുഡ് കോർട്ടിൽ വന്ന് കഴിച്ചിട്ടുണ്ട്. അതിന്റെ വ്ളോഗ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പഴയ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കയറിയിട്ടില്ല, കാരണം നമുക്ക് ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ തന്നെ 1 മണിക്കൂറോളം എടുക്കും. അപ്പൊ അത് നല്ല തിരക്കാണ് കേട്ടോ. നല്ല രസമാണ് ആ ഫുഡ് കോർട്ടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അർബൻ സ്ക്വയർ എന്ന് പറയും. കത്തിപ്പാറ ബ്രിഡ്ജിന്റെ അടിഭാഗമാണ് ആ കാണുന്നത്. ചെന്നൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് സിനിമയിലൊക്കെ ഈ സ്ഥലം ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ പാട്ട് സീനിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മലയാള സിനിമയിലും ഒക്കെ ഉണ്ട്. മലയാളത്തിൽ ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. തമിഴ് സിനിമയിൽ മോസ്റ്റ്ലി ഈ സ്ഥലം കാണിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് സോങ്സ് സീക്വൻസ് ഒക്കെ ഈ സ്ഥലത്ത് എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതേ ഇവിടെ എവിടെ നോക്കിയാലും മെട്രോ ട്രെയിനിന്റെ പാലങ്ങൾ കാണാൻ പറ്റും കേട്ടോ ചെന്നൈയിൽ. അതിപ്പോൾ നമ്മൾ എവിടെ ചെന്നൈയിൽ തിരിഞ്ഞാലും എല്ലായിടത്തും ഓവർ ബ്രിഡ്ജിലൂടെയുള്ള മെട്രോ വർക്ക് നടക്കും, അല്ലെങ്കിൽ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ ഇതേ ഇപ്പോൾ ട്രെയിന് പോകുന്ന മെയിൻ റൂട്ടാണ്. അങ്ങനെ ദേ നമ്മൾ നേരെ അണ്ണാനഗറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അണ്ണാനഗറിൽ സന്തോഷ് സ്റ്റോറിന്റെ അതേ ലൈനിൽ തന്നെ ഇവിടെ ഒരു പുതിയൊരു മലയാളി ഷോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയതല്ല, കുറച്ചായി വന്നിട്ട്. ചായ ആൻഡ് കടി എന്ന് പറഞ്ഞിട്ട് ഞാനിത് എപ്പോഴും നോട്ടോട്ട് വെച്ചേക്കുന്ന കടയാണ്. അപ്പം അതേ ഇവിടെ നല്ല നാടൻ പലഹാരങ്ങൾ കിട്ടും. മലപ്പുറംകാരുടെ സ്പെഷ്യൽ പലഹാരങ്ങളാണ് ഉള്ളത്. അപ്പം എനിക്ക് അങ്ങനെ അധികം മലപ്പുറത്തുള്ള ഭക്ഷണം കഴിച്ചുള്ള പരിചയമില്ല, സ്നാക്സ് ഒന്നും. അപ്പം എലാഞ്ചിയും പിന്നെ എന്താണ് ഇതിന്റെ പേര് ഉന്നക്കായ അല്ലേ, അപ്പം അതും ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു കട്ടൻ ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡിന് ഏലക്ക ചായയാണ് പറഞ്ഞത്. കട്ടൻ ചായക്കകത്ത് ഒരു ചെറിയൊരു തുളസി ഇലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തന്നത്. കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ദേ ഹൈസെയിലിന്റെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് കേട്ടോ. അണ്ണാനഗറിലുള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും വന്ന് ട്രൈ ചെയ്യട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് സ്നാക്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അതേ ഇത്രയും പുസ്തകങ്ങളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആമിക്കൊരു സ്റ്റോറി ബുക്ക് എടുത്തു, പിന്നെ അവൾക്കൊരു ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഖബർ എന്ന് പറഞ്ഞിട്ടുള്ള KR മീരയുടെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മീഷോയിൽ നോക്കി വെച്ചിരുന്നതാണ്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ എന്തായാലും ക്രോസ് വേർഡിൽ കയറിയിട്ട് മറക്കാതെ പുസ്തകങ്ങൾ എടുത്തിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഓൺലൈനിൽ മേടിക്കുന്നേക്കാളും കുറച്ചും കൂടി നോക്കി എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. ആമിക്ക് മാക്സിൽ കയറിയിട്ട്
കുറച്ച് സമ്മർ വെയേഴ്സ് എടുക്കണമായിരുന്നു കേട്ടോ. അവൾക്ക് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ പലാസോ മോഡലിലുള്ള ഒരു ജീൻസും അതുപോലെ ടീഷർട്ടും എടുക്കണം. ഇനിയിപ്പോൾ നല്ല വെയിലാണല്ലോ, അപ്പോൾ സമ്മർ സീസണിൽ ഇടാനായിട്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവൾ കൂടുതലും ഫ്രോക്സ് ആണ് ഇടുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ ജീൻസും പാൻറ്റും ടീഷർട്ടും ഇങ്ങനത്തെ വെസ്റ്റേൺ വെയറാണ് ആമി കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ നിർബന്ധിച്ച് അവൾക്ക് ഇത് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മോഡേൺ ഡ്രസ്സ് ഇടാനായിട്ട് ആമിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ആന എൽസയുടെ ഫ്രോസണിലെ ക്യാരക്ടറുള്ള ടീഷർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവൾ തന്നെയാണ് പോയി തപ്പിപ്പിടിച്ചെടുത്തത്. അങ്ങനെ കുറേ നല്ല സമ്മർ വെയർ കളക്ഷൻസ് മാക്സിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.